എങ്ങനെയാ നിങ്ങളപ്പോ ഇങ്ങനെ സെറ്റ് ആയത്? ആരെയാ പ്രപ്പോസ് ചെയ്തേ? ഇതില് പ്രപ്പോസിംഗ് ഒന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെയൊക്കെയോ അങ്ങ് സെറ്റായി, സെറ്റ് ആക്കി. സെൽഫി എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു വിത്ത് മൈ ഫേവറേറ്റ് പേഴ്സൺ. ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ആരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടിട്ടില്ല. ചേട്ടനെ ഞാൻ ടാഗ് ചെയ്തിട്ട് ചേട്ടൻ അത് അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. എനിക്ക് എന്റെ ഈ ഒരു സൗന്ദര്യം കൊണ്ട് എനിക്ക് അന്ന് നമ്പർ വാങ്ങിയിരുന്നു ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന്. ഇതിപ്പോ ഇനിയിപ്പോ ആൾക്കാരെങ്ങനെ ആക്കും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ സമയങ്ങൾ ആനന്ദകരമാക്കാന്ന് വിചാരിച്ചു മറന്നുപോയി. പ്രൊഫൈല് നോക്കി ഫോട്ടോ നോക്കിയിട്ട് ഫോട്ടോ സൂം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് കൊടുക്കുന്നത്. അറിയണ ഞാൻ ഇത്ര കഷ്ടപ്പാടുണ്ട് ഇതിനൊക്കെ. നമ്മൾ അതെല്ലാം മാറ്റി വെച്ച് അമ്മയെ കൊണ്ട് പ്രപ്പോസ് ചെയ്യും. പിന്നെ എനിക്ക് ചേട്ടനെ കൊറേ നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ എന്നോട് പറ, എന്നോട് പറ ഐ ലവ് യു. രണ്ടാൾക്കാര് ഓൾറെഡി മാരീഡ് ആയ ആൾക്കാര് ഡിവോഴ്സ്ഡ് ആയി. അവർക്ക് വീണ്ടും ഒരു ന്യൂ ലൈഫ് ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് മൂഞ്ചി തെറ്റി ജീവിക്കണം അതല്ല. നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ഉള്ളതാണ്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മ ഒരു പാർട്ട്, ഇപ്പുറത്തെ കുട്ടികൾ ഒരു പാർട്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട്ണറുടെ കൂടെയുള്ള നമ്മുടെ ജേർണിയാണ്. അതാണ് ആ ജേർണിയാണ് നമ്മുടെ ലൈഫ്. ആൾക്കാർ വളരെ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാരണം ഒരാളുടെ ലൈഫ് പോയി എന്നുള്ള രീതി. അത് ഭയങ്കരമായിട്ട് അങ്ങനെ കുറെ കമന്റ് വരും. അത് അവർക്കൊരു സുഖം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഷോയിലെ ഗസ്റ്റുകൾ ജിഷിൻ ആൻഡ് അമയ. ഹലോ ഗൈസ്, വെൽക്കം. വളരെ തിരക്കുകൾക്കിടയിൽ നിന്നും ഓടി വന്നതാണ്. ഞാനിവിടെ വന്ന സമയം തൊട്ടേ അമ്മയുടെ ഹെയർ സ്റ്റൈലും എല്ലാം ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നോക്കി. എപ്പോഴും അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇത്രയും മുമ്പിലുള്ളപ്പോ നമ്മള് നോക്കും. അല്ലെ പിന്നെ എന്തൊക്കെ കാണിക്കട്ടില്ല. അപ്പൊ ഇപ്പൊ കാണിച്ചതോ ചുമ്മാ അല്ല, ഇത് ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് ഉണ്ടാവണല്ലോ. അതുകൊണ്ട് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുടി വെട്ടിക്കാൻ മുടി ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഈ ചെവിയിലോട്ട് കയറ്റി വെക്കും. അപ്പൊ എന്നാ ഇങ്ങനെ ഇപ്പൊ ഇതേപോലെ ഈ ഡോറാ ബുജിനെ പോലെ കാണുന്നല്ലേ രസം അല്ലേ? അപ്പൊ അത് ആ ചെവിയിനുള്ളിലോട്ട് കയറ്റുന്നത് ഞാൻ നേരെ എടുത്തിട്ടു ഇങ്ങനെ. ഇപ്പൊ കറക്റ്റായില്ല. ഡോറാ ബുജി ആണല്ലേ ശരിക്കും? ഡോറാ ബുജി ഞാൻ ഞാനിവിടെ. അപ്പൊ എങ്ങനെയാ നിങ്ങളപ്പോ ഇങ്ങനെ സെറ്റ് ആയത്? ആരെയാ പ്രപ്പോസ് ചെയ്തേ? ഇതില് പ്രപ്പോസിംഗ് ഒന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെയൊക്കെയോ അങ്ങ് സെറ്റായി, സെറ്റ് ആക്കി. നമ്മള് വെറുതെ ഒരു ബർത്ത്ഡേക്ക് എന്റെ കഷ്ടകാലത്തിന് അല്ല ഇവരുടെ കഷ്ടകാലത്തിന് ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ള ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് കാണിച്ചിട്ട് ഒരു ഫോട്ടോ ഇട്ടു. അന്ന് തുടങ്ങിയതാണ്. അന്ന് അന്ന് തുടങ്ങിയത് നാട്ടുകാരാക്കി തന്ന്. ശരി ആയിക്കോട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. അല്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു വിഷമാണ്. നമ്മളൊക്കെ വിഷമിച്ച് നടക്കുന്ന കാണാനുള്ള ആഗ്രഹമാണ് ഈ പറയുന്ന നാട്ടുകാർക്കൊക്കെ കൂടുതലുള്ളത്. ഒരാളെ സന്തോഷിച്ച് നടക്കുന്ന കണ്ടൂടാ. ഒരു രക്ഷയില്ല. ഇവര് അവനൊക്കെ വിഷമിച്ച് നശിച്ച് കാണണം. അപ്പൊ സന്തോഷം. എന്തെങ്കിലും സന്തോഷമായിട്ട് ഒരു ഇതുണ്ട്. ഇതൊക്കെ എത്ര കാലം എന്ന് പറയുന്ന കമന്റാണ് ആദ്യം മൈൻഡിൽ വരിക. ഇട്ടില്ലെങ്കിലും
അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇതിനാണ് പലരും പല തരത്തിലുള്ള വീഡിയോസും പലതും ഉണ്ട്. ഇതിൽ കമന്റ് ഇടുന്നവരുടെ മെന്റാലിറ്റി നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ല ഈ ഇടയ്ക്ക് ഓരോ കമന്റിൽ ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്, ഇയാളുടെ മൈൻഡിൽ എന്താണ്. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ വീഡിയോന്റെ അടിയിലൊരു ലേഡി വന്നിട്ട് ഇതൊക്കെ എത്ര കാലം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് എത്ര കാലത്തേക്ക് ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്താൽ അതൊന്നും പറഞ്ഞു എന്നിട്ട് ഇതിനുള്ള ആൻസർ പറയാം. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഫണ്ണ് സീരിയസ് അല്ല, ഞാനത് കൊടുത്തപ്പോ എന്റെ അടിയിൽ ഒത്തിരി പേര് അത് കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ അല്ല, കറക്റ്റ് ആൻസർ. അല്ല, നമ്മുടെ കയ്യിലല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചാൽ നമ്മൾ പറയോ? പക്ഷേ നമ്മള് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് സ്നേഹിച്ച് വീട്ടുകാർ കെട്ടിച്ച് അങ്ങനെയാണെന്ന് വെച്ചോട്ടെ, എത്ര കാലം പോകും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കരുത്. ഫുൾ സെറ്റാണ്. കഴിഞ്ഞ ഇന്റർവ്യൂലായിരുന്നു അവര് പറഞ്ഞാ പിന്നെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രപ്പോസ് ചെയ്യിച്ചു വിട്ടു അവര്. ചേട്ടൻ പ്രപ്പോസ് ചെയ്തു. നാണോ ഇല്ലാതെ അവള് പറയാൻ മടിക്കും. ആണിന് പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ ആണുങ്ങളുടെ മനസ്സ് വളരെ വിശാലമാണ്. ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ആണിന്റെ അടുത്ത് പെണ്ണ് വന്നിരുന്നു കഴിഞ്ഞാല് ആണൊന്നും പറയില്ല. അല്ല, ആ ഇരിക്കുന്ന പെണ്ണ് അഥവാ ഒന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് വീണുപോയി നമ്മൾ പറയില്ല. നമ്മൾ വിശാല മനസ്കരാണ്. നേരെ മറിച്ച് ഈ ആണങ്ങനെ അറിയാണെങ്കിൽ ഒന്ന് വീണുപോയോ അപ്പൊ തന്നെ അവ വയറലായി അല്ലേ? അപ്പൊ അവരുടെ ആ വിശാല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. പെൺപിള്ളേര് ശരിയാ, നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ എന്തൊക്കെയോ തോട്ട്സ് അല്ല, എങ്ങനെ പറയാ, എന്ത് വിചാരിക്കുക, പിന്നെ നമുക്ക് കുറെ ഈഗോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതെല്ലാം മാറ്റി വെച്ച് അമ്മയെ കൊണ്ട് പ്രപ്പോസ് ചെയ്യും. അല്ല, ഞാൻ പ്രപ്പോസ് അല്ല, ഞാൻ പറഞ്ഞു വന്ന് എനിക്ക് ഇത് ശാന ഇഷ്ടമാണ്. അയ്യോ എന്നെ കൊണ്ട് അയ്യോ നല്ല കിട്ടില്ലായിട്ട് പ്രപ്പോസ് ചെയ്യാൻ എന്തിനാ അങ്ങോട്ട് ഞാൻ സത്യം പറയുന്ന ലൈഫിൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. കുറച്ച് ചാടിടണേ, കുറച്ച് ചാടിടണേ. നമ്മൾ ആമ്പിള്ളേര് പെട്ടെന്ന് വീഴാൻ പാടില്ല. മനുഷ്യ ഇങ്ങോട്ട് നോക്കേ, പ്രപ്പോസ് പൂവ് പ്രപ്പോസ് നോക്കങ്ങട്. ഇത്ര ചാടാന്ന് കാണിക്കാൻ നേട്ടിട്ട് പോവാറ് പയ്യന്മാരുണ്ട് കേട്ടോ. വേണമെങ്കിൽ പിടിച്ചോ, പിടിക്കുമ്പോ സൂക്ഷിക്കണം. മുള്ളുണ്ട് ഇതിന്റെ താഴേക്ക്, മുള്ളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട്. ഇനി ഈ പ്രപ്പോസല് ഇവിടെ തന്നെ ഫിക്സ് ആക്കിക്കൊള്ളാം. വന്നിട്ട് വളരെ നാളത്തോടെ വന്നിട്ട് ചേട്ടനെ കണ്ട നാൾ മുതൽ തുടങ്ങും. പറയണല്ലേ? രണ്ട് വാക്കൊക്കെ പറയണേ. പിന്നെ എനിക്ക് ചേട്ടനെ കൊറേ നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റാർ മാജിക് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് സീരിയസ് ആയിട്ട് ഇഷ്ടമാണ്. ചേട്ടൻ എന്തായാലും ഇപ്പൊ സിംഗിൾ ആയിട്ട് നടക്കല്ലേ, പിന്നെ നമുക്കൊരു ഒരു തോണിയിൽ ഒരുമിച്ച് താഴെയാം. എനിക്ക് ഇഷ്ടമാണ്. പ്ലീസ് നിരസിക്കരുത്. നല്ലോണം ആലോചിച്ചിട്ട് എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭയങ്കര ഇഷ്ടം. ഒരുപാട് ഇഷ്ടം, ഒരുപാട് 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 ഇഷ്ടം. ഒരുപാട് 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 ഇഷ്ടമാണ്. നമുക്ക് തോണിയിൽ തുഴയാനറിയില്ല. ടൈറ്റാനിക് ആവരുത്, കപ്പല് ടൈറ്റാനിക് ആവരുത്. ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ എന്നോട് പറ, എന്നോട് പറ ഐ ലവ് യു. ഓക്കെ, താങ്ക് യു. പ്രപ്പോസൽ ഞാൻ സ്വീകരിച്ചു. ഓക്കെ അവരാണെന്ന് പറയില്ല അത്ര കാരണം. അല്ല, ഇനി ഞാൻ ഇതിലൊരു ട്വിസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ശരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആറ് വന്നായിരുന്നത്. അല്ലാതെ പ്രപ്പോസൽ അല്ല,
ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ കാണുന്നത് അതേത് സീരിയലായിട്ട് പൂക്കാലം വരവായി. അതില് ഞാൻ അഡ്വക്കേറ്റ് ദമയന്തി പുള്ളിക്കൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡേയ്സ് ആണ്. അപ്പൊ അത് ചെയ്തപ്പോ ചേട്ടൻ അവിടെ വന്ന് അപ്പൊ ചേട്ടൻ റിലേഷൻ ഫാമിലിയൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ എനിക്ക് സ്റ്റാർ മാജിക്കിലൊക്കെ ചേട്ടൻ്റെ കോമഡിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കണ്ടുടനെ ഞാൻ ഓടിപ്പോയിട്ട് ഞാൻ പറഞ്ഞു, കണ്ടുടനല്ല, ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വരുന്നത്. അപ്പൊ പുറകിൽ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ. അപ്പൊ എനിക്ക് പേരറിയാം. അപ്പൊ ചേട്ടാ എനിക്ക് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്റ്റാർ മാജിക് കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. റിയലി നടന്ന കാര്യമാണത്. പറഞ്ഞു ഫാനാണ് എന്നുവെച്ചാൽ കോമഡി ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ആ സമയത്താണ് മറ്റേ ഇപ്പൊ വൈറലായി പോകുന്ന മറ്റേ എന്താണ് നവീൻ ചേട്ടൻ വലിച്ച് ഒട്ടിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടുള്ളൊരു ഇഷ്ടം. നമുക്ക് സാധാരണ അങ്ങനെ കോമഡി ചെയ്യുന്ന പലരോടും ഉള്ളതുപോലത്തെ കണ്ടില്ല പറഞ്ഞു പോന്ന അതൊക്കെ കണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളത്, അല്ലാണ്ട് വേറെ പ്രേമങ്ങളിലേക്ക് അങ്ങനെ ഒന്നല്ല. അപ്പൊ ഞാനത് പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചില ആഹാ നിന്റെ വീട് എവിടെയാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോർമലായിട്ടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. ഒരു സെൽഫി എടുത്തു. മേ ബി ഞാൻ പറഞ്ഞ അതൊരു മാനിഫെസ്റ്റേഷൻ ആയതാണോ എന്ന് വരെ ഒരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ബിക്കോസ് സെൽഫി എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു വിത്ത് മൈ ഫേവറേറ്റ് പേഴ്സൺ. ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ആരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടിട്ടില്ല. സീരിയസ്ലി ഇട്ടിട്ടില്ല. എൻ്റെ ഇൻസ്റ്റ നോക്കിയാൽ അറിയാം. ചിലപ്പോൾ എൻ്റെ കോ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു ഫോട്ടോ ഇടും, അത് അന്നേരത്തേക്ക് എന്തെങ്കിലും. ഇത് എനിക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതിലൊരാളായിരുന്നു ജിഷൻ ചേട്ടൻ. പക്ഷെ ജിഷൻ ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ അന്ന് അങ്ങനെയാണ് ഇട്ടത്. പിന്നെ ചേട്ടനെ ഞാൻ ടാഗ് ചെയ്തിട്ട് ചേട്ടൻ അത് അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് എന്റെ ഈ ഒരു സൗന്ദര്യം കൊണ്ട് എനിക്ക് എല്ലാവരും പെൺകുട്ടികൾ വന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ തന്നെ നമ്മള് കൊണ്ടുപോയി ടാഗ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇത് അധികം കയറാറില്ല. ഇടയ്ക്ക് ഒരു മൂഡ് വേണം. എന്നാൽ ആ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാം ഞാൻ ശ്രദ്ധിച്ചില്ല. അന്ന് നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അന്ന് നമ്പർ വാങ്ങിയിരുന്നു ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന്. ഇതിപ്പോ ഇനിയിപ്പോ ആൾക്കാരെങ്ങനെ ആക്കും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ സമയങ്ങൾ ആനന്ദകരമാക്കാന്ന് വിചാരിച്ചു വാങ്ങിയാ പിന്നെ മറന്നുപോയി. ചേട്ടൻ അന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് വൈറ്റില എന്തോ ആണ് ചേട്ടൻ ഇറങ്ങിയത്. അപ്പൊ ചേട്ടൻ എന്തോ ഒരു കാര്യം ഇല്ല, അപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ നമ്പർ മേടിച്ചു. ബട്ട് ഉറപ്പായിട്ടും അതൊരു ഫ്ലേർട്ട് മൈൻഡ് ആണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാ. അല്ല പക്ഷെ പിന്നീട് ഇപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തപ്പോ ഇപ്പൊ എന്നെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് എന്റെ അടുത്ത് മിണ്ടിയത്. അതെനിക്കറിയാം. പക്ഷെ അന്ന് എന്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചൊന്നും അങ്ങനത്തെ ഇതിലല്ല. കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്പർ വാങ്ങിയപ്പോഴാണ് ഈ നമ്പർ ഓൾറെഡി സേവ്ഡ് ആണ്. അല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴല്ല ഞാൻ പറയാം. ചേട്ടനേക്കാൾ എനിക്കത് ഞാനിത് പറയുമ്പോ ചേട്ടൻ ഇങ്ങനെ എക്സൈറ്റ് നിന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്നൊക്കെ. അപ്പൊ ഞാൻ നമ്പർ വാങ്ങിച്ചു പോയി. പിന്നെ നമ്മൾ കാണില്ല. പിന്നെ എനിക്ക് അവിടെ 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനെ പിന്നെ കണ്ടിട്ടില്ല. ഒരു ദിവസം നമുക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് കന്യാദാനത്തിന്റെ സെറ്റിലാണ്. പക്ഷെ നമ്മൾ ഒരേ സമയത്ത് പലപ്പോഴും ഒരേ ഇടത്ത് വന്നിട്ടുണ്ട്. ബിക്കോസ് കാളിദാസകൾ ഞാൻ പ്രണയവർണ്ണം ചെയ്യുമ്പോൾ ചേട്ടൻ കന്യാദാനത്തിലുണ്ടായിരുന്നു, ഞാൻ താഴെ താമസിച്ച് ചേട്ടൻ മേളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിതൊക്കെ പിന്നീട് നമ്മൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ ഡബിങ്ങിന് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഡബ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ പ്രണയവർണ്ണം ഞാൻ തന്നെയാണ് ഡബ് ചെയ്ത് ഇറങ്ങുമ്പോൾ അവർ പറയുന്നത് ജിഷൻ ഇപ്പോൾ വരും. നമ്മൾ ഇത് ജിഷൻ 2 ജിഷനുണ്ട്, വേറൊരു ജിഷൻ. അപ്പൊ എന്നെ തോന്നുന്നു ജിഷൻ മോഹൻ ഇപ്പൊ വരും. അപ്പൊ അവിടെയും നമ്മൾ ഒരേ ടൈമിൽ പരസ്പരം കാണാതെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കന്യാദാനത്തിൽ കാണുമ്പോൾ ചേട്ടൻ ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനെ അറിയാം. അപ്പൊ ചേട്ടൻ പറയാം നിനക്ക് തന്നെ എങ്ങനെ അറിയാം? പറഞ്ഞു നമ്മള് മുമ്പൊരു സീരിയൽ നിന്നെ ഞാൻ എങ്ങനെ മറന്നുപോയി. ഉടനെ എന്താ ചോദിച്ചേ, ഇത് നിന്നെ ഞാൻ ഓർക്കുന്നില്ലല്ലോ, നിന്നെ ഞാൻ എങ്ങനെ മറന്നുപോയി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഫ്ലേർട്ടാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലായി ആള്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ വന്നിട്ട് എനിക്ക് അന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇട്ടു. ടാഗ് അടിച്ചപ്പോൾ ഉടനെ കിട്ടി. ശരി, ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് റിക്വസ്റ്റിൽ വന്നു. നമ്മൾ ഫ്രണ്ട്സായി. എന്നിട്ട് ഇൻസ്റ്റയില് എന്നിട്ട് അതിൽ ചാറ്റ് ചെയ്യുമ്പോൾ എന്തോ പറഞ്ഞപ്പം
ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് ഇങ്ങനെ ചേട്ടൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ അത് ഒരു ഓർമ്മയില്ല. എൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തപ്പോൾ സേവ് ചെയ്യാൻ നേരത്തിൻ്റെ അടുത്ത് അറിയാം നിന്റെ നമ്പർ ഓൾറെഡി ഇതിൽ സേവ്ഡ് ആണല്ലോ അമേയ പൂക്കാലം ആമി പൂക്കാലം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ മുമ്പ് ഇങ്ങനെ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് പ്രപ്പോസൽ അല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അതിപ്പോ എനിക്ക് ചേട്ടനെ പോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ ഇഷ്ടമുള്ള വേറെയും കുറെ ആൾക്കാരുണ്ട്. അവരെ കണ്ടാലും ഞാൻ അത് തന്നെ അവരോട് പറയും. ഇത് കണ്ടിട്ട് പിന്നെ കമന്റ് എന്തായിരിക്കും എനിക്ക് ഊഹിക്കാം. അതെ, കുഴപ്പമില്ല. നിങ്ങളുടെ കമന്റ് ആണ് നമ്മുടെ വിജയം. പ്രചോദനം. പ്രചോദനം. അപ്പൊ എത്ര മെസ്സേജസ് വന്നിട്ടുണ്ട് ഗേൾസിന്റെ? എത്ര മെസ്സേജ് വന്നിട്ടുണ്ട് ഗേൾസിന്റെ? കൂടുതലും ആൻഡ്രോയിഡ് ആയിരിക്കും. നമ്മള് സാധാരണ ഇതില് ഒരു മെസ്സേജ് സ്റ്റിൽ റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ടും ചേട്ടന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗേൾസ് വെരി ഡേഞ്ചറസ്. അല്ല, നമ്മള് ഫ്രീ ആണെന്ന് അറിയുമ്പോൾ കുറച്ച് പേര് വരും. പക്ഷെ ഇപ്പൊ ഫ്രീ അല്ലല്ലോ. ഇപ്പൊ ഫ്രീ അല്ല, എപ്പോഴും അയക്കുന്നവരുണ്ട്. അയക്കുന്നവർ അയച്ചോട്ടെ. എന്തായാലും ആൻഡ്രോയിഡ് മെസ്സേജ് സാധാരണ നമ്മളെന്താ വെച്ചാൽ കുറെ മെസ്സേജുകൾ വരും. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വരും. ഈ ആൻഡ്രോയിഡിൽ പോയി തപ്പി നോക്കും ഇത് ആരൊക്കെ അയച്ചിട്ടുണ്ടെന്ന്. ഇത് നോക്കിയിട്ട് പ്രൊഫൈൽ നോക്കും. പ്രൊഫൈല് നോക്കി ഫോട്ടോ നോക്കിയിട്ട് ഫോട്ടോ എടുത്ത് സൂം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് കൊടുക്കണ്ടോ അറിയണ. ഞാൻ ഇത്ര കഷ്ടപ്പാടുണ്ട് ഇതിനൊക്കെ. ഇത് ഞാനായിരുന്നു പറയുന്നത്. മിക്കവാറും ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കാം. ലൈക്ക് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ അത് സൂം ചെയ്ത് നോക്കാത്ത ആണുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത്. ചലഞ്ച് അല്ലേ? ശരിയല്ലേ? അങ്ങനെ നോക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അല്ല, ഇപ്പൊ പിന്നെ പണ്ടൊക്കെ നമ്മള് ഞാൻ ഇതൊരു റീൽ എടുത്തത്. പണ്ടൊക്കെ നമ്മള് പിന്നെ റീല് കാണുന്നതൊക്കെ എങ്ങനെയാ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ടേ ഇത് കണ്ട ഇത് റീല് കണ്ടാ ഇത് കണ്ടോ. ഇപ്പൊ നമ്മളെങ്ങനെയാ റീല് കാണുന്നത് അറിയോ? ഒന്നുകിലും മറ്റേ നിനക്ക് വല്ല കഴിവുണ്ടോടാ അത് കേൾക്കും. അല്ലെങ്കിൽ മറ്റേത് നീ എന്നെ പറ്റി എങ്ങനെ പറഞ്ഞില്ല ഇത് കേൾക്കും. ഇതൊക്കെ ഈ പണ്ടൊക്കെയാണ് ഈ എന്താ പറയാ സെൻസറിങ്ങും. ഇപ്പൊ സിനിമക്കല്ല സെൻസറിങ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിനാണ് സെൻസറിങ് വേണ്ടത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുണ്ട് ഒരു ചെറിയ ടെക്നിക്ക്. ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ട് എല്ലാവരുടെയും നോക്കി നമ്മളെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് സെർച്ച് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സാധനം വരും. ഇതില് മനസ്സിലാവും ഇവരെന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം എടുക്കുക, സെർച്ച് അടിക്കുക. ഇതില് കാണാം ഇങ്ങനെ സെർച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ കുറെ ഇത് വരില്ലേ? നിങ്ങക്ക് ധൈര്യം എടുക്കുക. ഒരു ആൺകുട്ടി ഒരു ആണിന്റെ അത് എടുത്തു കഴിഞ്ഞാൽ അതിന് നോക്കിക്കഴിഞ്ഞാല് കാണാം ഇവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. അതാണ് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറയണെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടാൾക്കാര് ഓൾറെഡി മാരീഡ് ആയ ആൾക്കാർ ഡിവോഴ്സ്ഡ് ആയി. അവർക്ക് വീണ്ടും ഒരു ന്യൂ ലൈഫ് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാല് അല്ല, ഇവര് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികള് ആ കുട്ടി ഇത് കാണില്ലേ എന്ന് ചോദിക്കുന്നു. ചേട്ടനും ഫെമിലിയർ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു. എനിക്കും കുട്ടികളുണ്ട്. ആ കുട്ടികൾ തന്നെ പറയുന്നു എന്തിനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന്, ഒരു ലൈഫ് നോക്കിക്കൂടെ എന്ന്. അവര് കുറച്ച് വലുതാവുമ്പോഴേ അത് പറയുള്ളൂ. അപ്പൊ മറ്റേ കുട്ടി ചെറുതായിട്ട് ചിലപ്പോ പറയൂല. ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ മുമ്പ് വേറെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് മൂഞ്ചി തെറ്റി ജീവിക്കണം എന്നാണ്. അതല്ല ഇത്. അതിന് പിന്നെയും ലൈഫ് ഉണ്ട്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മൾ എല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ആ പടയുള്ള ഇത്രയുള്ള ഒരു ലൈഫ്. ഇതിനിടയിൽ നമ്മൾ പിന്നെ ഫ്രസ്ട്രേഷൻ അടിച്ച് ഉള്ള കഞ്ചാവും വെള്ളവും അടിച്ച് നശിപ്പിച്ച് ജീവിതം നശിപ്പിച്ച് ജീവിക്കുന്നേക്കാൾ നല്ല. അങ്ങനെയല്ല, വേറെ കാര്യം. ഇപ്പം തനിക്കൊരു കുട്ടിയുണ്ട്, നമുക്ക് നമ്മളുടെ കുട്ടീന്റെ പാരന്റ് ആണ് നമ്മൾ. നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് നമ്മുടെ കുട്ടീനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? ഇപ്പോ നമ്മൾക്ക് നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് സ്നേഹം ഷെയർ ചെയ്യാം, കൊടുക്കാം. അത് വളർന്ന് വലുതാവുമ്പോഴാണ് അത് നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും തുടങ്ങുള്ളൂ.
നമ്മുടെ ലൈഫ് നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ഉള്ളതാണ്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മ ഒരു പാർട്ട്, ഇപ്പുറത്ത് കുട്ടികൾ ഒരു പാർട്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട്ണറുടെ കൂടെയുള്ള നമ്മുടെ ജേർണിയാണ്. ആ ജേർണിയാണ് നമ്മുടെ ലൈഫ്. അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കുറച്ചാൾ അച്ഛനമ്മയ്ക്ക് വേണ്ടി, കുറച്ചാൾ കുട്ടിക്ക് വേണ്ടി, അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ലല്ലോ. നമ്മൾ ഇപ്പം കുറെ പേര് എലോൺ ആയിട്ട് മറ്റേ ട്രാവൽ ചെയ്ത് ട്രിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുന്നു. ഇഷ്ടമുള്ള പോലെ ആവാം. പക്ഷെ നമ്മളൊരു ലൈഫിൽ വന്ന് നമ്മൾ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകണം. അതാണ് നമ്മളുടെ ജേണി. മക്കൾ നമ്മളുടെ പാർട്ടാണ്, നമ്മുടേതാണ്. അത് അവിടെ ഉണ്ട്. അച്ഛനും അമ്മയും ഇതൊന്നും ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധങ്ങളാണ്. പക്ഷെ നമ്മുടെ ലൈഫ് എപ്പോഴും പാർട്ട്ണറിലൂടെ പോകുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇതൊരു സ്പെഷ്യൽ റിലേഷൻ ആയിട്ട് കാണുന്നത്. മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഈ വൈഫിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ പോലെ മക്കള് അച്ഛനമ്മ അത് വേറെ രണ്ട് സൈഡിൽ ഉണ്ടാവും. ഇത് നമുക്ക് വേണം. അത്രേ ഉള്ളൂ. നമ്മളിപ്പം ജീവിക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് കൈയും കാലും അനക്കാതെ കിടക്കുന്നു, കൈ അനക്കാൻ പറ്റുന്ന കാലം അനക്കാൻ പറ്റുന്ന പ്രോസസ് ഇതായിട്ട് കിടക്കുന്നു സമയത്ത് നമ്മൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം. നമ്മൾ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരാളുടെ ഹെൽപ്പ് വേണം. ഒരു അമ്മയെ കൊണ്ട് ചിലപ്പം ആണിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഒരു അമ്മയെ കൊണ്ട് ചിലപ്പോൾ അത് സാധിച്ചതല്ല. മുതിർന്ന ഒരാളിനെ കൊണ്ട് പോയി കുളിപ്പിക്കാനോ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനോ. പക്ഷെ ഒരു പാർട്ട്ണർക്ക് അത് പറ്റും. അതിനാണ് ഒരു പാർട്ട്ണർ വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഹോംലെസിനെ വിളിച്ചോണ്ട് വന്ന് പറ്റും. ഹോംലെസിനെ വിളിച്ചോണ്ട് വന്നിട്ട് പാർട്ട്ണറാക്കാൻ പറ്റും. എനിക്ക് വല്ല നഴ്സിംഗിന് പോകൂടി അങ്ങനെയല്ല. ശരി, കിട്ടുന്ന സർവീസ് രണ്ട് രീതിയാണ്. മറ്റേ ക്യാഷിന് വേണ്ടിയാ സാലറി മന്ത് എൻഡിൽ കിട്ടും ആ ഒരു ഇതിലായിരിക്കും. പക്ഷെ എല്ലാ ഹോം നേഴ്സ് അങ്ങനൊന്നല്ല. നല്ലോണം നോക്കുന്നവരുണ്ട്. ഞാൻ എനിക്ക് എൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു. ഹെൽത്ത് സൂപ്രണ്ടായിട്ട് റിട്ടയർഡ് ആണ്. അപ്പം എനിക്കറിയാം നഴ്സുമാർ ഇപ്പോൾ പല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ശരിക്കും മാലാഖമാർ തന്നെയാണ്. അവർ എന്താണ് ഒരു അറപ്പോ വെറുപ്പോ കാണിക്കാതെ ഈ പറയുന്ന ആളുകളെ മുഴുവൻ ട്രീറ്റ് ചെയ്ത് അവരുടെ എന്താ പറയുക വിസർജ്യങ്ങൾ വരെ കോരി അവരെ വൃത്തിയാക്കി അങ്ങനെ ട്രീറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും നഴ്സുമാരൊക്കെ ശരിക്കും മാലാഖമാരാണ്. തീർച്ചയായും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. നിങ്ങൾ ഇപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമല്ലോ, എനിക്ക് തോന്നുന്നു ഭയങ്കര ചില്ലായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട് അല്ലേ? റിയൽ ലൈഫിലും ഏറെക്കുറെ ഇങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാക്കേജ് ആണ്. അടിയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, പിന്നെ ചില്ലുണ്ട്, വൈബുണ്ട്, എല്ലാം എല്ലാം. നമ്മൾ അവളെ കൊണ്ടുവന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞതാവും. നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിപ്പം 6 months ആയിട്ടാണോ റിലേഷൻ? അല്ല, നമ്മൾക്ക് അറിയാമായിട്ട് 5 ഇയറോ 1 ഇയർ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 6 months ആയോ. 1 ഇയർ കഴിഞ്ഞിട്ട് കഴിഞ്ഞ നവംബറിലായിരുന്നു 1 ഇയർ ആയി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. റിലേഷൻ അതിന്റെ ഇടയിൽ തന്നെ. അതാണ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ഇത് ഇങ്ങനെ വിവാദമായപ്പോ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ പോയി കൊടുത്തത് തന്നെ. ഞാൻ ഇന്റർവ്യൂ കൊടുക്കാറില്ലായിരുന്നു. അതിപ്പോ കൊടുത്തെന്ന് വെച്ചാൽ ആൾക്കാർ വളരെ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാരണം ഒരാളുടെ ലൈഫ് പോയി എന്നുള്ള രീതി. അങ്ങനെ കുറെ കമന്റ് വരും. അതൊരിക്കലും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നത്. കാരണം ഞാൻ കാരണം ഒരാളുടെ ലൈഫിൽ ഒന്നും പറ്റരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ ലൈഫിൽ കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് അത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതുപോലെ ഒരു വ്യക്തിത്വമായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കണം എന്താ ഞാൻ കാരണം ഒരിക്കലും ഒരാളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ സ്പ്രെഡ് ആവുമ്പോ അങ്ങനെ അല്ലാന്ന് പറയാനാണ് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ എന്റെ മൈൻഡും ആയി. അപ്പം അന്ന് അതങ്ങനെ ആണ് നമ്മൾ കൊടുത്തത് ഞാൻ എന്റെ ഇന്റർവ്യൂല്. പക്ഷെ ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നവർക്ക് എന്തുവിടാം. പക്ഷെ നമ്മൾ ആരെയാണോ ആ കമന്റ് ഇടുന്നത് അത് കാണുന്ന ആ ആൾക്ക് അതെങ്ങനെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കില്ല. അല്ല, എനിക്ക് ഹേർട്ട് ചെയ്യാറുണ്ട്. അല്ല, അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോ നമുക്കത് ഭയങ്കരമായിട്ടും നമ്മൾ അതുമായിട്ട് യൂസ്ഡ് അല്ല. ഇങ്ങനെ ഞാൻ അങ്ങനെ വലിയ ഗോസിപ്പിലൊന്നും തലവെക്കാതെ ഒരു സൈഡിൽ കൂടി എന്റെ ജോലി നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചേട്ടനായിട്ട് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ക്ലാരിഫിക്കേഷനിൽ എത്തിയിട്ടില്ല. നമുക്കും
ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളി കേൾക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുറെ ചേഞ്ച് ആവുന്നുണ്ട്. അതൊരു ഇഷ്ടത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു സ്നേഹം ഉണ്ട്, പക്ഷെ അത് എവിടെ എന്ന് ഞാൻ അപ്പൊ പറയാം എനിക്ക് പുള്ളിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് നിനക്ക് മുന്നേ കൺഫേം ചെയ്തിട്ട് വേണം പറയാം. പക്ഷെ അത് കൺഫേം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഞാനത് അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷെ സെക്കൻഡ് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ കൺഫേം ചെയ്തു. അതിന് മുന്നേ തന്നെ നമ്മൾ തന്നെ ആകെ കൺഫ്യൂഷൻ ആയി, ഇതിപ്പോ ശരിക്കും നമ്മൾ പ്രേമത്തിലാണോ എന്താ ഏതാ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ അത് റിവീൽ ചെയ്യാം. അത് നമ്മൾ തന്നെ സംസാരിച്ചു. ആയതുകൊണ്ടല്ല, അങ്ങനെ പറയുന്നില്ല. നമ്മളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു പാർട്ട്ണർ ആകാം, നമുക്കൊരു ചിന്ത വരുന്നുണ്ടല്ലോ. സോ അപ്പൊ അത് ആ റൂട്ടിൽ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാമോ? ഓക്കെ, യെസ്, ഡൺ, അങ്ങനെ നമ്മളത് റിവീൽ ചെയ്തു. നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു വർക്ക്ഔട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് ഇന്നത്തെ കാലത്ത് ഒരു ഇടം വരെ പോകണമെങ്കിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നല്ല എഫേർട്ട് ഉണ്ടാവണം. ചിലപ്പോൾ മിസ്റ്റേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ ചെയ്തു എന്ന് വരാം, അതൊന്ന് ക്ഷമിച്ചു കൊടുത്ത് അവരെ ക്ലിയർ ചെയ്ത് നമ്മൾ വീണ്ടും വഴിതെളിച്ച് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എഫേർട്ടുകളും വേണം. ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കെ പോക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴി അത് പറ്റില്ല. അതുപോലെ തന്നെ ഒരു വീട്ടിനകത്ത് 2 ഫോണും വെച്ചിട്ട് 2 ഇടത്തിരുന്നിട്ട് 2 ലോകം സൃഷ്ടിച്ചോണ്ടിരിക്കല് പറ്റില്ല. ഇതൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നി അപ്പാണ് കൺഫേം ചെയ്ത് പറഞ്ഞത് അല്ലേ. അപ്പൊ എന്താ ഇനി മാരേജ് ചെയ്യുന്നില്ലേ? അത് ഇതിനേക്കാളൊക്കെ നമ്മൾ പാർട്ട്ണറിനെ എപ്പോഴും വാല്യൂ ചെയ്യണം ഇല്ലേ. നമുക്ക് ഒരു സാധനം കിട്ടിയാൽ അതിനോട് നമുക്ക് എപ്പോഴും നന്ദി ഉണ്ടാവണം. ആള് ചിലപ്പം പൊട്ട ആയിരുന്നിരിക്കും എൻ്റെ കിട്ടും, പക്ഷെ ആളുടെ ബാക്കി ആ നെഗറ്റീവ് സൈഡുകൾ വിട്ടിട്ട് ആളിലുള്ള കുറെ പോസിറ്റീവ്സ് നോക്കിയിട്ട് നമ്മൾ അതിനെ വാല്യൂ ചെയ്യണ്ടേ. അപ്പൊ അത് കൂടുന്നാണ്, ഇരട്ടിക്കും എന്നല്ലേ, വാല്യൂസ് കൂടും. ഇപ്പൊ കുറച്ച് വാല്യൂ ഒക്കെ ഉണ്ട്. നേരെ ഇരുന്നോ എന്താ പറയാ 2-3 വാല്യൂസ് അതാണ് ഇപ്പൊ പറഞ്ഞില്ലേ. അല്ല പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. സീരിയസ്ലി പറഞ്ഞ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് കുട്ടിയുണ്ട്, ആൺകുട്ടികളാണ്, 2 പേരുണ്ട്. അപ്പോൾ അവരെയും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഒരു പഴയ ആൾക്കാരൊക്കെ ഇപ്പം ആൺകുട്ടി അങ്ങനെ ചെയ്യരുത്, പെൺകുട്ടി ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇതൊക്കെ ഇപ്പം നമ്മുടെ ലോകം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചേട്ടനുള്ളൊരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, ചേട്ടൻ ഇത്രയും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഏൺ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു അഹങ്കാരമൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറലായി, പൊരിക്കലായി, വറുക്കലായി, അടിച്ചു വാരാനും തൂത്തു കൊടുക്കാനും എന്ത് ചെയ്യാനും ഒരു ഇതുമില്ല. ഞാൻ അറിയാത്ത അപ്പൊ അതിന്റെ അർത്ഥം വൃത്തിയില്ല അങ്ങനെയല്ല, അങ്ങനെ ഇല്ലേ ഇല്ല. എനിക്ക് അത് അത്യാവശ്യമുള്ള ഒരാളാണ്. പക്ഷെ അത് ഞാൻ മുമ്പ് മീറ്റ് ചെയ്തിട്ടുള്ള പല ആൺകുട്ടികളിലും അവരുടെ ബെഡ്റൂം പോലും ബെഡ്ഷീറ്റ് പോലും വരെയൊക്കെ വിരിച്ചു വെക്കാണ്ട് ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങനെയല്ല. എനിക്ക് ചേട്ടൻ ഒരു വൃത്തിയും, പിന്നെ അത് മാത്രമല്ല ഇത് ഞാനേ ചെയ്യാവൂ അല്ലെങ്കിൽ നീ തന്നെ കുക്ക് ചെയ്താലേ നടക്കുള്ളൂ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചിന്ത. അത് ചേട്ടൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത. ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൻ്റെ അടിയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, ഇത്രയും മോശമായിട്ട് വളർത്തിയത് അമ്മയാണോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് അമ്മ പഠിപ്പിച്ചു കൊടുത്താണോ എന്നറിയില്ല. എങ്കിൽ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. അല്ല സ്വയം ഉണ്ടാക്കിയെടുത്ത ശീലമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ചേട്ടനാണ്. നല്ലൊരു സ്വഭാവമാണത്. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വന്തം ബെഡ്ഷീറ്റും മടക്കി ചെയ്യാൻ ഓക്കെയാണ്. അത് ഒരാളുടെ ജോലിയായിട്ട് ഈഗോ ഇല്ല. ഈഗോ നന്നായിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഈഗോ ഇല്ല. ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റുകളാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ട ഒരു ക്വാളിറ്റി. ഞാൻ എന്ത് കാര്യവും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഞാൻ സ്വയം കാണുന്നത്. ഇപ്പൊ കുക്ക് ചെയ്യാനായാലും ഇപ്പൊ ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സർവൈവ് ചെയ്ത് പോകും. ഞാൻ പട്ടിണി കിടക്കോ, എന്റെ ഡ്രസ്സുകൾ മുഷിഞ്ഞു കിടക്കോ, ഇതൊന്നുമില്ല. പിന്നെ അത് ഓവറായാലും പ്രശ്നം, അത് ഓവറായിട്ടുള്ള ഒരാളായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ടും എനിക്കറിയാം ഞാൻ ചെയ്തോളാം അങ്ങനെ പറയുന്നു. അതെനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ അത് ഫുള്ളായിട്ട് എനിക്ക് ചെയ്യണം, അല്ലാതെ അതിനിടയിൽ അങ്ങനെയല്ല. നമ്മളിപ്പം നമ്മൾ ആസ് എ പാർട്ട്ണർ നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കേണ്ടതില്ല എന്ന് പറയുമായിരുന്നു.
ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാണ്, ഞാൻ ചേട്ടൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് വെച്ചാൽ അത് വേണ്ട, നീ നിന്റെ ഡ്രസ്സ് മാത്രം വാഷ് ചെയ്ത്. അപ്പൊ ഞാൻ അത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. അപ്പൊ ഞാൻ പറയും, ഞാൻ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ മാത്രം ഡ്രസ്സ് അതിന് കണക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ, എനിക്ക് ചേട്ടൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാം. അപ്പൊ ഞാൻ നാളെ ഞാൻ കുറച്ച് ബിസിയാ, ചേട്ടനോ അത് ഈക്വലി ഷെയർ ചെയ്യാന്നുള്ളത്. അതെന്താ പറയാ, അതൊരു ശീലമാണ്. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ വാഷ് ചെയ്യുകയും അതിപ്പോ മാറ്റി എന്റെ മാറ്റി നമ്മുടെ ആക്കി. ഞാനില്ലാത്തപ്പോ എന്റെ ചേട്ടൻ മോശം. കഴിച്ച പാത്രങ്ങള് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ചേട്ടത് ഞാൻ ചെയ്യും. നമ്മള് കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകുകയും നമ്മള് ഉടുത്ത വസ്ത്രം നമ്മൾ തന്നെ വാഷ് ചെയ്തിടുകയും ചെയ്തതിൽ എന്താ തെറ്റ്? അത് ഒരു നല്ല ശീലമല്ലേ? അപ്പൊ അത് ഞാൻ പണ്ട് മുതലേ അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് ഞാൻ വേറെ എൻ്റെ ഒരു റീല് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടില് നമ്മൾ രാത്രിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ ആ സിങ്കിലുണ്ടാവും. അപ്പം നമ്മൾ കഴിച്ച പാത്രം കഴുകുന്നതിനോടൊപ്പം ഈ പറയുന്ന സിങ്കിലുള്ള 3-4 പാത്രം കൂടി കഴുകി വെക്കുക. അപ്പൊ അമ്മക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അമ്മക്ക് അത്രയും പാത്രം കഴുകേണ്ടി വരും. അങ്ങനെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലോണം കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു കൺസെപ്റ്റ്, ഒരു നല്ല കൺസെപ്റ്റ് അല്ലേ? നമ്മളെ അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ചോറും കറി ഉണ്ടാക്കുന്നു, പാത്രങ്ങളൊക്കെ കഴുകും, ഇത് മുഴുവൻ ഉണ്ടാക്കി തരുകയും ചെയ്യുന്നു. നമ്മൾ കഴിച്ച എച്ചിൽ പാത്രം കൂടി അമ്മ കഴുകണം എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? അതെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? നമ്മൾ കഴിക്കുന്ന എച്ചിൽ പാത്രം നമുക്ക് തന്നെ കഴുകിക്കൂടെ? കൂട്ടത്തിൽ ആ സിങ്കിലുള്ള 3-4 പാത്രം കൂടി കഴുകി, അതൊരു ഹെൽപ്പായിരിക്കും. അമ്മമാർക്കും ഇല്ലേ? ഇപ്പൊ നമ്മുടെ ഡ്രസ്സുകള് നമ്മൾ തന്നെ കഴുകാം. അമ്മ കഴുകി തരേണ്ട ആവശ്യം എന്താ? നമ്മുടെ ഭാര്യമാര് കഴുകി തരേണ്ട ആവശ്യം എന്താ? ആരെങ്കിലും ഭാര്യമാരുടെ അടിവസ്ത്രം കഴുകുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. മിക്കവാറും ആണുങ്ങളുടെ അടിവസ്ത്രങ്ങളടക്കം ഭാര്യമാരാണ് കഴുകി ഇടാറ് അല്ലേ? അത് വീട്ടിൽ ഇത് എന്തിനാണ് ഇവരെ കൊണ്ട് കഴിക്കുന്നത്? നിങ്ങൾ ഇട്ട ഡ്രസ് അല്ലേ, അത് നിങ്ങൾക്ക് കഴുകിക്കൂടെ? ഇത് ഇവരുടെ പണിയോ തൊഴിലോ ഇത്? അല്ല നിങ്ങൾ കഴിച്ച പാത്രം അത് നിങ്ങൾ കഴുകിക്കൂടെ? ഇത് മറ്റുള്ളവർ കഴിക്കേണ്ട ആവശ്യം എന്താ? ചെയ്യാ ബാക്കിയുള്ളവർക്ക് നമ്മളെ കൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാൻ വേണ്ടി അത് ഹെൽപ്പാവും. ഇതുപോലെ നമ്മൾ ടേബിൾ വെച്ച് അവിടെ മുമ്പിൽ എടുത്ത് ഞാൻ കല്യാണം കണ്ട അങ്ങനെ ചെയ്യാം. പാർട്ണറെ കിട്ടാ പുണ്യം ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. ഇത് ജിസിൻ ചേട്ടന്റെ നല്ല വശം. അപ്പുറത്ത് വളരെ എക്സ്ട്രീംലി നമുക്ക് അൺസൈറ്റബിൾ ആയിട്ടുള്ള മോശവശങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നമ്മള് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, മോശം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക നല്ലത്.